ആയിട്ടാണ്. ഇത് നമ്മുടെ ഒരു അടിപൊളി കോളേജ് പ്രിൻസിപ്പൽ ആൻഡ് സ്റ്റുഡൻസ് റാഗിംഗ് പണിഷ്മെന്റ് ചെയ്ത ഒരു കുട്ടിക്ക് കൊടുക്കുന്ന ശിക്ഷയും അതനുസരിച്ചുള്ള സംഭവങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണിൽ ടിങ് ടിങ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങളുടെ ഫോണിൽ എത്തത്തുള്ളൂ. പിന്നെ പറയാനുള്ളത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. ക്ലാസ് റൂം പണിഷ്മെന്റ്, ഓൾ പണിഷ്മെന്റ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന സ്ക്രിപ്റ്റിലും തീമിലുമാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോ അത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് വേണ്ടവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യുക, ഉടൻ റിപ്ലൈ തരുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ പെയ്ഡ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഓൾ പണിഷ്മെന്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. ഹലോ, ആരാ? ജന്നത്ത്. ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കുട്ടി പഠിക്കുന്നത്? BA എക്കണോമിക്സ്. ഓക്കെ, സെക്കൻഡ് ഇയർ. ഓക്കെ. എന്താ പ്രശ്നം? പ്രോബ്ലം എന്താ പറയും? ഓക്കെ. റാഗിങ് ഈ കോളേജിൽ നമ്മൾ നിരോധിച്ചിട്ടുള്ള സംഭവമാണല്ലോ. അത് ആ കുട്ടിക്ക് അറിയില്ല. ഇപ്പൊ മറ്റേ കുട്ടി എന്താ പറയുന്നത്? കോളേജിൽ നിന്ന് മാറിപ്പോകുന്നു പറയുവാണല്ലേ റാഗിങ് കാരണം. അത്രയ്ക്ക് റാഗ് ചെയ്തായിരുന്നു ഈ കുട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യും, 5 മിനിറ്റ്സിനകം എനിക്ക് ജന്നത്തിനെ എന്റെ ഓഫീസ് റൂമിൽ വരാൻ പറയൂ. പെട്ടെന്ന് എത്തണം. പെട്ടെന്ന്. ഓക്കെ, താങ്ക് യു. ഹലോ സർ. ആരാ? വിളിച്ചിരുന്നു. വിളിച്ചിരുന്നു. താനാണോ മഹതിയല്ലേ? തനിക്ക് ഈ കോളേജില് റാഗ് ചെയ്യാൻ ആരാണ് ഇത് തന്നത്? എന്താണോ? ഒന്ന് അടങ്ങിരിക്കടോ. ഇങ്ങോട്ടോ നിന്നെ. എന്തിനാ ഇത്ര ആട്ടം? കോളേജ് പ്രിൻസിപ്പളിന്റെ അടുത്ത് ഇങ്ങനെ ആടിയാണോ വരുന്നേ? You too? That's the lady, right? അതുകൊണ്ട് എന്ത് വേടോ കിടന്ന് പരിക്കുന്നേ? താൻ എന്തിനാ ഒരു കുട്ടിയെ റാഗ് ചെയ്തത്? പുതിയതായിട്ട് വന്ന ന്യൂ കമർ കുട്ടി എന്തിനാണ് റാഗ് ചെയ്തത്? It's for fun, man. ആ ഫൺ ഈ കോളേജിൽ നടക്കില്ല മോളെ, കേട്ടോ? ഹാൻഡ്സപ്പ് ചെയ്ത് നിന്നെ. ഇങ്ങോട്ട് വന്ന് നിന്ന് ഹാൻഡ്സപ്പ് ചെയ്ത് ഹാൻഡ്സപ്പ് ചെയ്ത് നിൽക്കൂ. കൂടുതൽ പറയണ്ട കേട്ടോ. പറയുന്നതെന്ന് കേട്ടാൽ ഈ കോളേജിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന പ്രിൻസിപ്പളായ ഞാനാണ്, അല്ലാതെ താനല്ല കേട്ടോ. വെക്കാൻ തന്നോട് പറഞ്ഞു. ഊരു. തന്റെ സ്റ്റൈലും മെനയൊക്കെ ഞാൻ മാറ്റിത്തരാം കേട്ടോ. ഇവിടെ ഇങ്ങോട്ടോ തന്നെ. ഹാൻഡ്സപ്പ്. തിരിഞ്ഞേക്കൂ. ഹാൻഡ്സപ്പ്. തിരിഞ്ഞേക്കൂ. ഹാൻഡ്സപ്പ് പ്ലീസ്. ഹാൻഡ്സപ്പ്. തിരിഞ്ഞേക്കൂ. എണീക്കടോ. തിരിഞ്ഞേക്കൂ. ഹാൻഡ്സപ്പ്. റാഗ് ചെയ്ത് പറഞ്ഞില്ലായിരുന്നു ഇത് പെയിൻഫുൾ ആണെന്ന്? ഈ പ്രിൻസിപ്പളിന്റെ സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിൽക്കാം. ഇവിടെ നിൽക്കൂ. ഇരിക്കാണ്. എന്താണോ എന്റെ സിംബയൊക്കെ ഞാൻ ചവിട്ടി കൊല്ലുവോ? അതിന്റെ മണ്ടയിൽ ചെന്ന് കയറി ഇരിക്കണം. തിരിഞ്ഞേക്കൂ. ചവിട്ടി തിരിഞ്ഞേക്കോ. വേദനിക്കാനാണല്ലോ തിരിഞ്ഞേക്കാൻ പറഞ്ഞു. നെക്സ്റ്റ് മുർഗ പണിഷ്മെന്റ് പ്ലീസ്. ഇവിടെ മുർഗ പണിഷ്മെന്റ്. അതെങ്ങനെയാ ടീച്ചർ? മുർഗ പണിഷ്മെന്റ് ചെയ്യണം.
Ma'am, it's over. ഇനി മേലാൽ ആരെങ്കിലും താൻ ഇത് റാഗ് ചെയ്യുവോടോ? ഇല്ല ടീച്ചർ. ഇവിടെ മടിയിൽ വന്ന് കിടന്നേ. യെസ്, എന്റെ ഒരു സ്പെഷ്യൽ സ്കാനിങ് ഉണ്ട്, അത് കാണിച്ചു തരാം. ടീച്ചറിനെ മടി കിടത്തി തലയടിക്കാൻ പോവാ. താരാട്ടാൻ പോവുക. അങ്ങനെയല്ല, തിരിഞ്ഞോളാം. എന്നോട് ക്ഷമിക്കാം. ഒരിക്കലും ക്ഷമിക്കില്ല. റാഗ് ചെയ്യുന്നത് ഞാൻ ഈ കോളേജിൽ ഒട്ടും സമ്മതിച്ചു തരാത്ത കാര്യമാണ്. എന്നോട് തെറ്റ് ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. ടീച്ചർ, അതിനുള്ള ശിക്ഷ ഞാൻ കൊടുത്തിരിക്കും. ടീച്ചർ, ശിക്ഷ തീർന്നു? ഇല്ല, ഇനി എന്താ? 10 ബാക്ക് സ്കാനിങ് കൂടെ ഉണ്ട്. ഇനി മേലെ ഇത് ആവർത്തിക്കുവോ? ആവർത്തിക്കാം. ആവർത്തിക്കോടോ? ആവർത്തിക്കാം. ആവർത്തിക്കില്ലെന്നോടെ പറയാടോ? ആവർത്തിക്കില്ല. തിരിഞ്ഞേക്ക്. രണ്ടായി. സഹിക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെയാ? അപ്പൊ റാഗ് ചെയ്തപ്പോ ആലോചിക്കണത്. ടീച്ചർ ഇനി ആവർത്തിക്കില്ല കേട്ടോ. ശരി, വെക്കോ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ബെല്ലൈക്കണിൽ ടിങ് അടിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടനെ നിങ്ങളുടെ ഫോണിൽ എത്തത്തുള്ളൂ. പിന്നെ പറയാനുള്ളത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസിന്റെ കാര്യമാണ്. ക്ലാസ് റൂം പണിഷ്മെന്റ്, ഓൾ പണിഷ്മെന്റ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങൾ പറയുന്ന സ്ക്രിപ്റ്റിലും തീമിലുമാണ് നമ്മൾ ചെയ്തു തരുന്നത്. അപ്പോ അത് കസ്റ്റമൈസ്ഡ് വീഡിയോസ് അഥവാ പെയ്ഡ് വീഡിയോസ് വേണ്ടവർ ഇൻസ്റ്റാഗ്രാം പേജിലോ ഫേസ്ബുക്ക് പേജിലോ മെസ്സേജ് ചെയ്യുക, ഉടൻ റിപ്ലൈ തരുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പൊ പെയ്ഡ് വീഡിയോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെ ചെയ്യുക. ഓൾ പണിഷ്മെന്റ്സ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മെമ്പർഷിപ്പ് ബാഡ്ജസ് ഒക്കെ നമ്മൾ ഇനേബിൾ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പൊ നമ്മളെ ഫാമിലിയിലോട്ട് ജോയിൻ ചെയ്യുന്നവർക്ക് നമ്മള് സ്പെഷ്യൽ ലൈവ് പ്രോഗ്രാംസും ലൈവ് സ്ട്രീമില് പണിഷ്മെന്റ് വീഡിയോസ് ചെയ്യുന്ന ഒരു സംഭവം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ അപ്പേഴ്സും സൂപ്പർ സ്റ്റിക്കേഴ്സ് ഒക്കെ നിങ്ങൾക്ക്
തരാനുള്ള ഒരു ഓപ്ഷൻ കൂടെയാണത്. അപ്പൊ ഉടനെ അത് ഇനേബിൾ ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ ഉടനീളം ഉണ്ടായിരിക്കാം. നമ്മുടെ മറ്റുള്ള ചാനൽസ് ആയ ഇഡിയറ്റ് സിബ്ലിംഗ്സ് വ്ലോഗ്, 6.0, ടീച്ചർ സ്റ്റോറീസ്, അതിലൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഉറപ്പായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഫ്രീ ആകുമ്പോൾ അതിലൊക്കെ വീഡിയോസ് ഇടുന്നതാണ്. എല്ലാരും എല്ലാ ചാനൽസും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വ്യൂസ് ഒക്കെ നന്നായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണം. എങ്കിലല്ലേ നമുക്ക് ഓരോ പുതിയ തീംസുമായിട്ട് വരാൻ പറ്റത്തുള്ളൂ. അതുപോലെ എല്ലാവരുടെയും വീഡിയോ പോലെയല്ല, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്ന, അടിവാങ്ങി ചെയ്യുന്ന വീഡിയോസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ടിങ് ടിങ് അടിക്കുക. അപ്പൊ സൈനിങ് ഔട്ട്. ബൈ.